ബാർഗെയിനിങ്ങിനൊന്നും ഞാനില്ല. പറഞ്ഞ കാശും എൻ്റെ വണ്ടിയും കൂടി അങ്ങ് തരും. ഏയ് അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞതിൽ ചില്ലി കാശ് കുറയില്ല. എന്താ അച്ചായ ഇത്? ഒരു മാതിരി മീൻ കച്ചവടം നടത്തണ പോലെ അജേട്ടൻ കുറേ കൂടി കയറ്റി വെക്കും. അതെ, ആ താക്കോൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അതങ്ങോട്ട് ഉറപ്പിക്ക്. അജേട്ടാ കൊടുത്തേ. അല്ല ഇപ്പോഴാടാ വണ്ടിയുള്ളതിനൊരു അന്തസ് വന്നു. അതെ, ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട 4 ആള് പറയണം കിടക്കണു അജേന്ദ്രൻ നായരുടെ ബെൻസ്. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റേഷൻ കടയല്ലേ? പ്രസിഡന്റ്, ലിഫ്റ്റ് വേണ? വേണ്ട. വേണ്ടാന്ന്. അജയേട്ടൻ എന്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടടാ. അവൾ എന്നെയാ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വെയിലത്ത് നിന്ന് വേർക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ബെൻസിൽ ഞെളിഞ്ഞിരുന്നങ്ങ് പോവായിരുന്നില്ലേ? ആ പക ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ? ആദ്യം സ്നേഹിച്ച പെണ്ണ്, ആദ്യം സ്വന്തമാക്കാൻ മോഹിച്ച വണ്ടി, ആദ്യം പണിയാൻ കൊതിച്ച വീട്, അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിന്ന് പോകൂല രമേശ. പെണ്ണിനെ പോലല്ലോ വീട്, അത് ഇനിയും പണിയാലോ. പണിയണം. പൂമുഖവും നടുമിറ്റവും 4 കെട്ടക്കുള്ളൊരു വലിയ തറവാട്. ഈ സിനിമകളിലൊക്കെ കാണില്ല, അതുപോലെ ഒരെണ്ണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു ബോർഡും വെക്കാം, വരിക്കാശ്ശേരി മനാന്ന്. അല്ല, പേര് നിർബന്ധമില്ല. പക്ഷെ അതിനു മുമ്പിൽ അജയേട്ടൻ ചാരുകസേരിൽ ഇങ്ങനെ കിടക്കണം, അരികത്ത് മുറുക്കാൻ ചെല്ലും കോളാമ്പിയൊക്കെ ആയിട്ട്. ഒരു പണിയില്ലാത്ത 3-4 പേര് വെറുതെ അജയേട്ടന് ചുറ്റി ചമ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കണം. അജയേട്ടൻ നടുക്കിലിരുന്ന് ഏതോ ഒരു ഗുരുവിന്റെ കബറിൽ പച്ചമണ്ണ് വാരിയിട്ട് പാടിയ പാട്ടും പാടണം. അവിടെയാടാ കുഴപ്പം. അങ്ങനെ ഒരു വീടിന്റെ പ്ലാനുമായിട്ട് ചെന്നപ്പോ അച്ഛനൊരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല. ആദ്യം ഗൾഫിൽ പോയപ്പോ എല്ലാ ഗൾഫുകാരും ചെയ്യുന്ന പോലെ ചാടി കയറി ഒരു വീടങ്ങ് പണിതു. അത് തീരെ ചെറുതായി പോയതുകൊണ്ടാ ഇപ്പൊ താമസിക്കുന്ന വീട് ജോർജ് ചേട്ടനിൽ നിന്ന് വാങ്ങിയത്. അത് എന്റെ സങ്കല്പത്തിൽപ്പെട്ടതായുമില്ല. അതിനെന്താ, സങ്കല്പത്തിലുള്ള വീട് വേറൊരു സ്ഥലത്ത് പണിതൂടെ? പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ 80 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അവിടെ ആകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വരുന്നവർ മുഴുവനും വീട് കാണും. കൂട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും. എന്തേ? അല്ല, അവിടെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ? ഇനിയുള്ള കാലം നാട്ടിൻപുറത്ത് ആരെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയോ? അതൊക്കെ നമുക്ക് സിറ്റിയിൽ പണിയാലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ സ്ഥലത്തിന്റെ കരാറ് നാളെ നടക്കാനില്ല ചേട്ടാ. ഒരാഴ്ചക്കുള്ളിൽ തീരും ഉണ്ടാവുന്ന കേട്ടത്. നീ ഇതെന്താ നേരത്തെ പറയാത്തത്? അഡ്വാൻസ് ഇത്തിരി കൂട്ടിക്കൊടുത്താലോ? രക്ഷയില്ല. അത്രയ്ക്ക് മോഹമാണെങ്കിൽ നമുക്ക് ഇന്ന് കയറി വെട്ടാം. ഒരു പൊടിക്ക് പൈസ കയറ്റി വെച്ചിട്ട് കൈയോടെ തീർന്ന് പറഞ്ഞാല് സംഗതി തിരിയും. അത്രയും പൈസ റോൾ ചെയ്യണമെങ്കിൽ ഒരു മാസമെങ്കിലും എടുക്കും. അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് FD പൊളിക്കണം. ആ മാനേജർ ഒരുപാട് നിർബന്ധിച്ചിട്ട് പൈസയാ 2 മാസമാവുന്നുള്ളൂ. ഇപ്പൊ തന്നെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത് ഒരു കുറച്ചിലല്ലേ? കുറച്ചില്ല. പൈസ അറേഞ്ച് ചെയ്യാൻ അജയേട്ടൻ എത്ര ദിവസം വേണ്ടി വരും? 1 മാസം. അത് കഴിഞ്ഞ കോടികളല്ലടാ കയ്യിൽ വരാൻ പോണത്. അവര് പറയുന്ന വില. 1 മാസം വരെ റോൾ ചെയ്യാൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നാളെ കച്ചവടം നടത്താലോ. ഡൺ. അജയേന്ദ്രൻ നായരെ പോലുള്ള ഒരാൾക്ക് പണം കടം തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ രമേശിന്റെ കെയർ ഓഫിൽ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് കച്ചവടക്കാർക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് തിരിച്ചു തരാറുണ്ട്. പിന്നെ കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് മുടക്കം വരാൻ രമേശ് സമ്മതിക്കാറുമില്ല. അയ്യോ, ഇതിന് കമ്മീഷൻ ഒന്നുമില്ല, ഇത് നമ്മുടെ സ്വന്തം ആളല്ലേ. അതെ. അപ്പോ എത്ര നാളത്തേക്കാ പണം വേണ്ടത്? ഒരു മാസം. അപ്പോഴേക്കും ഫണ്ട് വരും. ആയിക്കോട്ടെ, എങ്കിലൊരു ധൈര്യത്തിന് ഒരു 3 മാസത്തെ അവധി വെക്കാം. ഈ മണി ഫ്ലോയുടെ കാര്യമാണല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാ പിന്നെ വിഷമിക്കാൻ നിൽക്കണ്ടല്ലോ. സാധാരണ വീക്കിലി കളക്ഷൻ ബേസിലാണ് ഞങ്ങൾ പണം കൊടുക്കാറ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രം ആ ഉപകാരം തിരിച്ചിങ്ങോട്ടും വേണം. നായരുടെ കയ്യിൽ പൈസ വരുമ്പോ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിടാൻ നിൽക്കണ്ടെന്നർത്ഥം. ഞങ്ങളെ ഏൽപ്പിച്ച ഇരട്ടിയായി തിരിച്ചു തരും. അതെ, ആലോചിക്കാം. അപ്പൊ ബിസിനസ് നിങ്ങൾ തമ്മിൽ നേരിട്ടായ തന്നെ ഞങ്ങൾ മറക്കൂ രമേശ. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. നാളെ രജിസ്ട്രേഷന് മുമ്പായി പണം അവിടെ എത്തിയിരിക്കും. ഒരു പുതിയ ബിസിനസ് ഡീൽ തുടങ്ങുന്നതിന് മുമ്പ് അതൊരു 2 പെഗൊഴിച്ച് നനച്ചുറപ്പിക്കുന്നല്ലേ നല്ലത്. അതിനെന്താ എന്താ സംശയം? എന്നാ പിന്നെ നനയ്ക്ക് തന്നെ. ഇത് കണ്ടോ എടുത്തി? വഴിയിലെങ്ങാണ്ടോ കിടന്നിരുന്ന പൂച്ചയാ. കാലം മുറിഞ്ഞിരിക്കാന്നും പറഞ്ഞ് അതിനെയും പിടിച്ചുകൊണ്ടുവന്ന് ദേ ഇപ്പം മരുന്ന് വെച്ച് കിട്ടുക. ഇവളാരാ, വെറ്റിനറി ഡോക്ടറോ? ദേ അച്ചു, അല്ലെങ്കിൽ തന്നെ നിന്റെ പൂച്ച അച്ഛനും തമ്മിൽ കടിപിടിയാ. ഇനി ഇതിനെ കൂടി കണ്ട
ഇതേതാ കാറ്? ഇനി ഇതാണ് നമ്മുടെ കാറ്. അപ്പൊ മറ്റേതോ? വിറ്റു. അയ്യോ, അത് വിറ്റോ? എടി കാർ എങ്ങനെയുണ്ടെന്ന് പറ. കലക്കി. കണ്ടാ, അവൾക്ക് വിവരമുണ്ട്. എടി നിലയും വിലയും മാറുന്നതനുസരിച്ച് ജീവിത സാഹചര്യങ്ങളും മാറണം. പണ്ട് കാലത്ത് നാട്ടിൽ 1-2 കുടുംബങ്ങളെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരുണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, എല്ലാവന്റെ കയ്യിലും പൂത്ത കാശ. അതിന്റെ ഇടയിൽ ഇത്തിരി പരിഗണന കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണം. അതിലും ഭേദം എന്റെ കയ്യിൽ ഇത്ര നീക്കിയിരിപ്പുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ് എന്നൊരു നോട്ടീസ് അടിച്ചിറക്കിയാ പോരെ. ആ പത്രക്കാരന്റെ കയ്യിൽ കൊടുത്താൽ രാവിലെ തന്നെ എല്ലാ വീട്ടിലും എത്തും. നീ അല്ലെങ്കിൽ കൊനഷ്ടേ പറയൂ. ഇറങ്ങി പുറത്തേക്ക്. ഈ വൃത്തികെട്ട മൃഗത്തിനെയും കൊണ്ടാണ് ഇതിനകത്ത് കയറുന്നത്. മൃഗോ? പിന്നല്ലാതെ ഇതെന്താ പക്ഷിയാ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വണ്ടിക്കകത്ത് അവൾക്ക് കേറ്റാൻ കണ്ടൊരു സാധനം. ഈ പൂച്ച ഇപ്പൊ ഇതിനകത്ത് കയറിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? എനിക്കിഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അജേന്ദ്രനാഥന്റെ വീട്ടിലെ പൂച്ചയ്ക്കും കാണില്ല ഇച്ചിരി ഗമയും പത്രാസും ഒക്കെ. ഈ വീട്ടിലെ പൂച്ച വരെ ബെൻസിലാ പോണേന്ന് പറയാലോ. എന്റെ അപ്പനായിട്ട് തുടങ്ങിയതായി ടാക്കീസ്. അന്ന് പ്രേമനസീർ വന്നിട്ട് അത് ഉദ്ഘാടനം. ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കൊച്ചു കുട്ടിയായിരുന്നു. ഉദയായുടെ പൊന്നാപുരം കോട്ടയായിരുന്നു ഉദ്ഘാടന ചിത്രം. നമ്മൾ അതൊരു 5-8 പ്രാവശ്യമെങ്കിലും കണ്ടേ സുഗത? എനിക്കെങ്ങും ഓർമ്മയില്ല, ഞാൻ തൂറിൽ പിടിച്ചെടുക്കായിരുന്നു. കണ്ടിട്ടുണ്ട് സുഗത, കണ്ടിട്ടുണ്ട്. തറയിലും ബെഞ്ചിലും ഒക്കെ ആയിട്ടിരുന്ന് എത്ര പടങ്ങളാ കണ്ടിട്ടുള്ളത്. അത് തന്നെ സ്വന്തമാക്കാന്നൊക്കെ പറയുമ്പോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും. എന്താ സുഗത ഒരു താല്പര്യമില്ലാണ്ട്? സിനിമ കാണാൻ തിയേറ്റർ വാങ്ങേണ്ട കാര്യമില്ലല്ലോ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. സുഗതേട്ടാ, നിങ്ങൾ മീൻ വിൽക്കണ പോലെ എല്ലാം കാണരുത്. സുഗത, ഈ സിനിമാ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ മനസ്സാ. ജാതിയും മതവും പണവും ഒന്നും നോക്കാതെ ആളുകൾ ഒത്തൊരുമിച്ച് വന്നിരിക്കുന്ന ഒരേയൊരു സ്ഥലം സിനിമാ ടാക്കീസ് മാത്രം. അപ്പൊ ബാറാ, അവിടെ ജാതിയൊക്കെ ആണല്ലോ കച്ചവടം. പലരും വന്നതാ. ചിലവര് കല്യാണ മണ്ഡപം, ചിലവർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ്. പക്ഷെ തിയേറ്റർ നടത്താൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് എനിക്ക് വാശി. അതെന്തായാലും നന്നായി. ആദ്യം നമുക്കിതൊന്ന് പൊളിച്ച് പണിയണം. സീറ്റൊക്കെ മാറ്റി AC വെച്ച് ഡീറ്റെയിൽസ് ആക്കി റിലീസ് പടം തന്നെ കൊണ്ടുവന്ന് കളിപ്പിക്കണം. അന്ന് പ്രേംനസീർ വന്നെങ്കിൽ ഇന്ന് മമ്മൂട്ടിയെ കൊണ്ടുവരണം. ഒപ്പം മോഹൻലാലും ആയിക്കോട്ടെ. ഇത് വിൽക്കണ കാര്യം ആലോചിക്കുമ്പോ എന്റെ ചങ്ക് പടയ്ക്കുക മോനെ. പക്ഷെ പിള്ളേർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് തന്നു വിചാരിച്ച് എപ്പോ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒരു കസേര വർഗീസേട്ടനായിട്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും. കസേരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കച്ചവടം പറയും. 6 മാസത്തെ എഗ്രിമെന്റ്, ഒരു 5 ലക്ഷം റുപ്യ ഇപ്പൊ കയ്യിലേക്ക് വരും. ബാക്കി 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷന്റെ സമയത്ത്. അതൊന്നും പറ്റില്ല, റെഡി കേഷൻ ആളുള്ളതാ. എന്നാ ഇങ്ങനെ വേണമെങ്കിൽ ഇത് അവർക്ക് കൊടുത്തോട്ടെ, നമുക്ക് പോവാ. അങ്ങനെയല്ല, തീറ 6 മാസം കഴിഞ്ഞ് മതി. അവർക്ക് തിയേറ്റർ നടത്താനല്ല, നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. മോൻ ഐശ്വര്യമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് അഡ്വാൻസ് തന്നെ. ഇവിടെ കിഴക്ക് എവിടെയാ? അതെ, കിഴക്കോട്ട് തിരിഞ്ഞു തന്നാലും പടിഞ്ഞാട്ട് നിന്ന് വാങ്ങിക്കുന്നതിൽ ഐശ്വര്യ കുറവൊന്നുമില്ലല്ലോ. ഏതായാലും കച്ചവടം നടക്കട്ടെ, എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ, ഞാൻ പോവേണം. ചാളയുടെ അയിലയുടെ വില അല്ലാതെ വേറെ ഒന്നും അറിയാൻ പാടില്ലാത്ത കിഴങ്ങനാ. മേലാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു ബിസിനസ് ചെയ്യുമ്പോ കൂടെ കൊണ്ടുവരരുത്. പാവല്ല. എന്ത് പാവം? കാശിതാ മോനെ.